ചന്ദ്രൻ ചേട്ടന്റെ ചായക്കടയിലേക്ക് രാവിലെ എത്തിയ പരിപ്പുവട തൊട്ടടുത്തിരുന്ന പഴംപൊരിയോട് ചോദിച്ചു, ചേട്ടോയ്, ചേട്ടന്റെ പേരെന്താ? രതീഷ്. ഓ ശോകം. അപ്പൊ നിന്റെയോ? സുമേഷ്. ഓ തോൽവി. അതൊക്കെ പോട്ടെ ചേട്ടാ, ഞാനിന്ന് രാവിലെ എത്തിയത് ഇവിടെ. ഇപ്പൊ നേരെ സന്ധ്യയാകുന്നു. ഇതുവരെ എന്നെ ആരും വാങ്ങിയില്ലല്ലോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ചന്ദ്രൻ ചേട്ടൻ എന്നെ എടുത്ത് ദൂരെ എറിയും, അത് ഉറപ്പാ. ഇത് കേട്ട് പഴംപൊരി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. മോനെ സുമേഷേ, ഞാനിവിടെ മെനങ്ങാനെത്തിയതാ. എന്നെ അയാൾ ഇതുവരെ കളഞ്ഞില്ല, പിന്നെയാ നിന്നെ. ആഹാ, അപ്പൊ സേഫ് ആണല്ലേ? പിന്നില്ലാതെ. അല്ല ചേട്ടാ, ചേട്ടൻ ആരെ ഈ രതീഷ് എന്ന് പേരിട്ടെ? അതൊരു കഥയടാ മോനെ. ഞങ്ങൾക്ക് ഈ പേര് പാരമ്പര്യമായി കിട്ടിയതാ. പാരമ്പര്യമായി കിട്ടിയ പേരോ? കേക്കട്ടെ. അതായത് പണ്ട് ഞങ്ങളുടെ മുതുമുത്തശ്ശനൊക്കെ അങ്ങ് കട്ടപ്പനയിലായിരുന്നു താമസം. അക്കാലത്ത് അന്നാട്ടിലൊരു ചെറുക്കനുണ്ടായിരുന്നു. ഋത്തിക് റോഷൻ എന്നാണ് അവനവനെ തന്നെ വിളിച്ചിരുന്നത്. നാട്ടുകാരവനെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് വിളിച്ചു. ഒരു ദിവസം അവനും അവന്റെ വകതിരിവില്ലാത്ത കൂട്ടുകാരനും കൂടി എന്റെ മുതുമുത്തശ്ശൻ ഇരിക്കുന്ന ചായക്കടയിലേക്ക് കയറി ചെന്നു. മുത്തശ്ശനാണ് 2 ദിവസമായിട്ട് ചില്ലൂടെ കിടന്ന് വന്നെ ഉറക്കമായിരുന്നേ. അവന്റെ തലതെറിച്ച കൂട്ടുകാരൻ എന്റെ മുത്തശ്ശനെ എടുത്ത് അവന്റെ കയ്യിൽ വെച്ച് രതീഷേ മോനെ എണീക്കിടാന്ന് പറഞ്ഞ് ഉണർത്താൻ നോക്കി. ഇത് കേട്ട നാട്ടുകാരൊക്കെ പിന്നെ ഞങ്ങളുടെ മുതുമുത്തശ്ശനെയും കുടുംബക്കാരെ രതീഷേ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ആ പേര് പാരമ്പര്യമായിട്ട് വീണ് കിട്ടി. ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ കാര്യം. കഥയൊക്കെ കേട്ടത് മതി. ഇനി നീ കിടന്ന് ഉറങ്ങിക്കേ, നേരം കുറെ ആയി. ഞാനൊന്ന് ഉറങ്ങട്ടെ. ആ ഗുണ്ടിന്റെ അടുത്തൊന്നും പോയി കിടക്കണ്ട കേട്ടോ. രാത്രി അവൻ അമിട്ട് പൊട്ടിക്കും. നീ ആ ബോണ്ടയുടെ അടുത്ത് അങ്ങനെ ചുരുണ്ടു കൊടുക്കോ. അതാകുമ്പോ മെത്ത വേണ്ട. അപ്പൊ ശരി, എന്നാ ഗുഡ് നൈറ്റ്.